നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നം പരിഹരിക്കുന്നത് ഇപ്പോഴെന്റെ മെയിൻ പണി. എന്റെ താഴെയുള്ള ഒരു സ്റ്റേഷനും എനിക്ക് ഇത്രയും തലവേദന തരുന്നില്ല. ഹലോ, പോലീസ് സ്റ്റേഷൻ. മാഡം, ഒരു പെൺകുട്ടി മയക്കുമരുന്ന് വാങ്ങി കാറിൽ കയറി പോകുന്നത് ഞാൻ കണ്ടു. മയക്കുമരുന്നാണെന്ന് ഉറപ്പാണോ? അങ്ങനെ ഉറപ്പൊന്നുമില്ല മാഡം. പക്ഷെ ഇത്രയും രഹസ്യമായി കാശ് കൊടുത്ത് ഒരു വെള്ളപ്പൊടിയുള്ള പാക്കറ്റ് ഒരു പെൺകൊച്ചു വാങ്ങണമെങ്കിൽ അത് മയക്കുമരുന്നാകണ്ടേ? താൻ എവിടെ വെച്ചാ പെൺകുട്ടിയെ കണ്ടത്? SS കൺസ്ട്രക്ഷന്റെ ഓഫീസിന്റെ മുന്നിൽ വെച്ച്. അവര് കയറിപ്പോയ വണ്ടിയുടെ നമ്പർ അറിയാവോ? ആ, അറിയാം മാഡം. സംഗതി ഉടായിപ്പാണോ എന്ന് സംശയം തോന്നിയതുകൊണ്ട് ഞാൻ നമ്പർ നോട്ട് ചെയ്തു. KL 08 AR 6191. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? ഒരു പാവം നന്മമരം. ഹലോ ഹലോ ഹലോ. ഒരു മയക്കുമരുന്ന് കേസ് കിട്ടിയിട്ടുണ്ട്. KL 08 AR 6191. ഈ നമ്പറിലുള്ള വണ്ടി എവിടെ കണ്ടാലും തടയണം. എത്രയും പെട്ടെന്ന് ഈ മെസ്സേജ് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് പാസ് ചെയ്യണം. മൂവ്. നന്മ മരം, അതെനിക്കിഷ്ടപ്പെട്ടു. ഈ ഉപകാരം ചെയ്തു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അയ്യോ മാഡം, എന്നോട് ഒരിക്കലും നന്ദി പറയരുത്. എന്നാൽ ഞാൻ അങ്ങോട്ട് മക്കളോട് എന്റെ അന്വേഷണമൊക്കെ പറയണം. അതന്നെ വണ്ടി. നിർത്ത്. ഒന്ന് ഇറങ്ങിക്കേ മാഡം. ഇറങ്ങ്. എന്താ ഒരു വഴി തടയൽ? വണ്ടിയുടെ എല്ലാ പേപ്പറുകളും കറക്റ്റ്. എന്തെങ്കിലും കൈമടക്ക് വേണമെങ്കിൽ നേരെ ചോദിച്ചാ മതി. എനിക്ക് ഈ പ്രഹസനത്തിനൊന്നും സമയമില്ല. നിന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ പോലീസ് കമ്മീഷണർ റോഡിൽ വന്ന് നിൽക്കുന്നതെന്നാണോ നിന്റെ വിചാരം? പോലീസുകാരോട് മര്യാദക്ക് എങ്ങനെയാ സംസാരിക്കേണ്ടതെന്ന് നിന്നെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. തൽക്കാലം നീ അവിടെ നിൽക്ക്. വണ്ടി സെർച്ച് ചെയ്യ്. മാഡം, വണ്ടി സെർച്ച് ചെയ്യ്. ഇത് ഇങ്ങനെ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവരെ നടു റോഡിൽ നിർത്തി അപമാനിക്കുന്നതിന് വേണ്ടിയാണോ ഞങ്ങൾ ടാക്സ് അടച്ച് വണ്ടി ഓടിക്കുന്നത്? ഞങ്ങൾ അടയ്ക്കുന്ന ടാക്സ് കൊണ്ടാ സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തരുന്നതെന്ന് അറിയില്ലേ? എന്നിട്ട് നിങ്ങളെ കൊണ്ടുള്ള ശല്യം കൂടി നമ്മൾ സഹിക്കണോ? മാഡം, സാധനം കിട്ടി. സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ആള്. ഇത് എന്താന്ന് പോലും എനിക്കറിയില്ല. ഒറ്റ വീക്കോ ചെന്നാണ്ടല്ലോ വണ്ടിയിൽ നിന്ന് മയക്കുമരുന്ന് കിട്ടിയിട്ട് ഒരു കൂസലില്ലാതെ സംസാരിക്കുന്ന കണ്ടില്ലേ? മാഡം, ഇതിനു മുമ്പ് ഒരിക്കല് ഇവൾ ഓടിച്ചിരുന്ന വണ്ടിയിൽ നിന്ന് ഞങ്ങൾ മയക്കുമരുന്ന് പിടിച്ചിട്ടുള്ളതാ. അത് ശരി. അപ്പൊ ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണല്ലേ? ആ കേസിൽ ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞല്ലോ. അന്ന് ഇവളുടെ അമ്മായിച്ചന്റെ ഒരു വലങ്കയാണ് മയക്കുമരുന്ന് വെച്ചതെന്ന് തെളിയിച്ച് ഇവളാ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. അയാൾ ഇവൾക്ക് വേണ്ടി ആ കുറ്റമേറ്റതാണെന്നാ എന്റെ വിശ്വാസം. ഇപ്പൊ നിനക്ക് എന്താടി പറയാനുള്ളത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ എല്ലാരും കൂടെ എന്നെ കൊടുക്കാൻ നോക്കുക. ഇതിന് നിങ്ങൾ എല്ലാരും ദുഃഖിക്കും. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളെ എല്ലാവരുടെയും തൊപ്പി ഞാൻ തെറിപ്പിക്കും. നീ ഗോപാലന്റെ മരുമകളായിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോഴേക്കും കൊച്ചമ്മ ചമയാൻ നോക്കുവാണോ? നിന്റെ കാറിൽ നിന്ന് 10 ഗ്രാമിന് മേലെ മയക്കുമരുന്ന് കിട്ടിയിട്ടുണ്ട്. 10 വർഷം വരെ കഠിന തടവ് കിട്ടാനുള്ള വകുപ്പുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ ഡ്യൂട്ടി ഇരിക്കുന്ന പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയുണ്ടല്ലോ, ആ കേസും കൂടെ നിന്റെ തലയിലെടുത്ത് വെച്ചു തരും. മാഡം, സത്യമായിട്ട് ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കാറില്ല. പിന്നെ നീ ഇത് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നാണോ? എനിക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
ഞാൻ ഗോപാൽജിയുടെ മരുമകളാ. ഇപ്പോഴും ഇവളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. എന്നാ ഗോപാൽജിയുടെ മരുമകള് തൽക്കാലം പോലീസ് വണ്ടി പോയി കയറിയിരിക്കെ. നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് വിസ്തരിച്ച് സംസാരിക്കാം. അല്ല മാഡം, ഞാൻ കേറിയിരിക്കടി. മാഡം, ഡോ, വിളിച്ചോണ്ട് പോടോ ഇവളെ. യസ്മ പിടിച്ച് കേറ്റിവിളെ. മാഡം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മാഡം. വാ അങ്ങോട്ട്, കൊണ്ടുപോടോ. നടക്കടി ഇങ്ങോട്ട്. പ്ലീസ്, നടക്ക്. ഒരു തെറ്റും ചെയ്തിട്ടില്ല മാഡം. പ്ലീസ് നടക്ക്. എന്നെ കൊണ്ടുപോകരുത്. മാഡം, ഞാൻ പറയുന്നൊന്ന് വാ കേൾക്കാം. ഇങ്ങോട്ട്. മാഡം, നടക്ക്. പ്ലീസ് മാഡം. നടക്കടി ഇങ്ങോട്ട്. മാഡം, ബലം പിടിക്കാതെ നടക്കങ്ങോട്ട്. എന്നെ വിട്.